ഇനി 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരെന്ത് ചെയ്യണം? സുൽകുമാർ എന്ന് വിശദീകരിക്കും. സുനിൽ, ഇതിപ്പോൾ രണ്ടാമത്തെ കോളം എന്ന് പറയുന്നത് ആരാ പൂരിപ്പിക്കേണ്ടത്? രണ്ടാമത്തെ കോളം എന്ന് പറയുന്നതും വോട്ടർ തന്നെ പൂരിപ്പിക്കണം. മുൻ കോളത്തിൽ, അതാണ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, മുൻ കോളത്തിൽ അവസാന SAR നൽകിയിരിക്കുന്ന ബന്ധുവിന്റെ വിശദാംശങ്ങൾ 2002 വോട്ടർ പട്ടികയിൽ ചിലപ്പോൾ അന്ന് 18 വയസ്സായി കാണില്ല. 2002 18 വയസ്സാണ്. ഇത് പൂരിപ്പിക്കേണ്ടത് 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരാണ്. അവിടെ ഈ പറയുന്ന നമ്മുടെ ബന്ധുവിന്റെ പേര്, ബന്ധു എന്ന് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് രക്തബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പേർ, സ്വന്തം പേര്, ഈ വോട്ടറുടെ പേർ 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അച്ഛന്റെയോ അമ്മയുടെയോ സഹോദരന്മാരുടെയോ പേര് വോട്ടർ പട്ടികയിൽ കാണാം. അപ്പൊ അങ്ങനെയെങ്കിൽ ആ ഭാഗം അവരുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് പൂരിപ്പിക്കണം. അച്ഛന്റെ പേര് എഴുതി. ഒരു ഉദാഹരണത്തിന് എന്റെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഇല്ല. കാരണം അന്ന് എനിക്ക് 18 വയസ്സായിട്ടില്ല. വോട്ടർ പട്ടികയിൽ പേരില്ല. ചിലപ്പോൾ പ്രായമായിട്ട് കാണും. നമ്മളിപ്പോൾ വിദേശത്തായിരുന്നെങ്കിൽ ഇവിടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ അച്ഛന്റെയോ അമ്മയുടെയോ നമ്മളെ പ്രായമുള്ള നമ്മുടെ സഹോദരന്മാരുടെ പേര് ചിലപ്പോൾ ഈ വോട്ടർ പട്ടികയിൽ ഉണ്ടാകും. ഗംഗാധരൻ എന്ന പേര് എഴുതി. എന്നിട്ട് അച്ഛന്റെ എപ്പിക് നമ്പർ, അങ്ങനെയാണ് അച്ഛന്റെ പേര് ഇവിടെ എഴുതണം. അച്ഛന്റെ അല്ലല്ല, ബന്ധുവിന്റെ വിശദാംശങ്ങളാണ്. അപ്പൊ ബന്ധു എന്ന് പറയുന്നത് അച്ഛനാണെങ്കിൽ അച്ഛന്റെ പേര് ഇവിടെ എഴുതണം. അതിന്റെ താഴെ ആ വോട്ടർ പട്ടികയിലെ അച്ഛന്റെ വോട്ടേഴ്സ് ID നമ്പർ അവിടെ എഴുതണം. അതിന്റെ താഴെ അച്ഛന്റെ ബന്ധുവായ വോട്ടർ പട്ടികയിൽ കിടക്കുന്നത് ആരാണോ എന്ന് നോക്കണം. മിക്കവാറും അച്ഛന്റെ അച്ഛനായിരിക്കും. വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരാണേ. അപ്പോൾ അച്ഛന്റെ ഇവിടെ പേര് എഴുതണം. ബന്ധം എഴുതുമ്പോൾ ഈ പറയുന്ന അച്ഛനും ഈ വോട്ടറും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം, അതായത് നമ്മുടെ മുത്തശ്ശനാണെന്ന് എഴുതരുത്. അല്ലല്ല, ഈ അച്ഛന്റെ അച്ഛനാണ്. അപ്പോൾ പിതാവെന്ന് എഴുതണം. അപ്പൊ പിതാവെന്ന് എഴുതണം. സാധാരണ ഇതിൽ തെറ്റുപറ്റുന്നതെന്ന് വെച്ചാൽ ഇവിടെ എഴുതുന്നത് ഇപ്പോൾ ദാമോദരൻ എന്ന് എഴുതി, ഇവിടെ ബന്ധുവിന്റെ പേര് ദാമോദരന്റെ അച്ഛൻ ഗംഗാധരന്റെ പേര് എഴുതി. എന്നിട്ട് അപ്പൊ ഗംഗാധരൻ ആരായിട്ട് വരും? എന്റെ അപ്പൂപ്പനായിട്ട് വരുമല്ലോ. അല്ലെ, മീൻസ് ഈ ഏതാണ് ആളുടെ അപ്പൂപ്പനായിട്ട് വരുമല്ലോ. ബന്ധം എന്താണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ മുത്തശ്ശൻ എന്ന് എഴുതരുത്. പകരം ഇവിടെയുള്ള നിങ്ങളുടെ അച്ഛനും നിങ്ങളുടെ മുത്തശ്ശനും തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചത്. ആ വോട്ടർ പട്ടികയിൽ എങ്ങനെ കിടക്കുന്നോ, 2002 വോട്ടർ പട്ടികയിൽ എങ്ങനെ കിടക്കുന്നോ അതേ രീതിയിൽ അവിടെ എഴുതണം.